ജിതിൻ ദേവ്, നമ്മൾ ഈ അന്വേഷണത്തിന്റെ ഒരു പുരോഗതി പരിശോധിച്ചാൽ പീരിയോഡിക് ആയിട്ട് കേരള ഹൈക്കോടതി റിപ്പോർട്ട് വാങ്ങുന്നുണ്ട്. അവർ ആ റിപ്പോർട്ട് വിലയിരുത്തുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സമയം ചോദിച്ച സമയങ്ങളിൽ കൂടുതൽ സമയം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. അന്വേഷണത്തിൽ തൃപ്തിയാണ് കേരള ഹൈക്കോടതിയുടെ ഈ ദേവസ്വം ബെഞ്ചിനെ സംബന്ധിച്ചുള്ളത്. ഇപ്പോൾ CBI അന്വേഷണം ആവശ്യം BJP ആദ്യം മുതലേ ഉന്നയിക്കുന്നതാണ്. ഇപ്പോൾ നടക്കുന്ന അന്വേഷണം അതിന്റെ കൺക്ലൂഷനിലെത്തി. ആ അന്വേഷണ സംഘം കുറ്റപത്രം കൊടുക്കുമ്പോഴാണല്ലോ നമുക്ക് എന്താണ് സംഭവിച്ചത് എന്നതിന്റെ ആകത്തുക മനസ്സിലാവുക. ആരൊക്കെയാണ്, ഏതൊക്കെ ഘട്ടങ്ങളിൽ ആരൊക്കെ ഇടപെട്ടു, ആരാണ് പോറ്റിയെ കയറ്റിയത്, അയാളുടെ മുഖ്യ സംരക്ഷകൻ ആരായിരുന്നു, ഇതൊക്കെ വരാൻ പോവാണല്ലോ. നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്തൂടെ? അഭിലാഷേ, ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ. ഈ ദേവസ്വം ബോർഡ് അംഗം വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തത് എപ്പോഴാണ്? ഇപ്പം ഡിവിഷൻ ബെഞ്ച്, ദേവസ്വം ബെഞ്ച് അല്ലെങ്കിൽ പോലും ഒരു മുൻകൂർ ഒരു ജാമ്യാപേക്ഷ പരിഗണിച്ച ജസ്റ്റിസ് ബദറുദ്ദീൻ, അദ്ദേഹം ഒരു കൊല്ലംകാരനാണ്. അദ്ദേഹം ഒരു തികഞ്ഞ വിശ്വാസിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു പരാമർശം ആ ജഡ്ജ്മെന്റ് വന്നപ്പോഴല്ലേ വിജയകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായത്? എപ്പോഴാണ് ഇവർ ശങ്കർദാസ്, അദ്ദേഹം ഹോസ്പിറ്റലാണ്, അദ്ദേഹത്തിന് അസുഖമാണോ അല്ലയോ, അതോ ഇനി ജയരാജൻ എഫക്റ്റ് ആണോ എന്ന് നമുക്കറിയില്ല. എപ്പോഴാണ് അറസ്റ്റ് ചെയ്യാൻ തയ്യാറായത്, അറസ്റ്റ് രേഖപ്പെടുത്താൻ തയ്യാറായത്? രണ്ടാമതും അത്തരത്തിൽ ഒരു പരാമർശം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നപ്പോഴല്ലേ? അപ്പൊ ഈ SITയുടെ അന്വേഷണത്തിൽ സുതാര്യത ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചില വ്യക്തികളെ നോവിക്കാതെ, അവരുടെ പ്രസ്ഥാനത്തെ നോവിക്കാതെ മുന്നോട്ട് പോകാൻ SIT പരമാവധി പരിശ്രമിക്കുന്നുണ്ട്. അത് സത്യമാണ്. അത് വിശ്വാസികൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതിനകത്ത് ഇനി എന്തെല്ലാം പറഞ്ഞ് ന്യായങ്ങൾ പറയാൻ നമ്മൾ ശ്രമിച്ചാലും ഈ അന്വേഷണത്തിൽ സുതാര്യതയില്ലായ്മയിലേക്ക് പോകുന്നുണ്ടോ? അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കഴിവുകളിലൊന്നും ആർക്കും സംശയമില്ല. കേരളത്തിലെ ഏറ്റവും മികച്ച പോലീസ് സേനകളിൽ രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സേനകളിൽ ഒന്ന് തന്നെയാണ് കേരള പോലീസ്. പക്ഷേ അവർക്ക് വേണ്ടുന്ന തരത്തിൽ അന്വേഷണം നടത്താതിരിക്കാത്തക്ക രീതിയിലുള്ള ഏതോ ഒരു ശക്തി, ഏതോ ഒരു ഊരിപ്പിടിച്ച വാൾ അവരുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് വേണ്ട നടപടികളെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അതുതന്നെയാണ് സത്യം. നോക്കൂ, ഇവിടെ ശ്രീ സുരേഷ് കുമാർ പറഞ്ഞതിനകത്ത് ഒരു പിശകുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ പറഞ്ഞ അടൂർ പ്രകാശിനെയും ആന്റോ ആന്റണിയെയും കയറ്റിയത് ആന്റോ ആന്റണിയുമാണ് പോറ്റിയെയും അതേപോലെ ഗോവർദ്ധനെയും കയറ്റിയത്. നേരെ തിരിച്ചാണ്. ഈ ജൻപതിലൊന്നും പോയി കഴിഞ്ഞാൽ ഈ അടൂർ പ്രകാശിനൊന്നും കയറാൻ സാധിക്കില്ല. ഇവരെ കൊണ്ടുപോയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനുമാണ്. പഴയ ബെല്ലാരി MP ആയിരുന്നല്ലോ സോണിയാഗാന്ധി. അപ്പൊ കൊണ്ടുപോയത് ഇവരാണ്. എന്തിനു കൊണ്ടുപോയി? ആ കൊണ്ടുപോയത് എന്തിനാണെന്ന് പരിശോധിക്കണം. അതിന് മറുപടി പറയാനുള്ള രാഷ്ട്രീയ ധാർമ്മികത കോൺഗ്രസ് കാണിക്കാൻ തയ്യാറാകണം. എന്തിനാണ് സോണിയാഗാന്ധിയെ കണ്ടത്? വസന്ത് ചിലച്ചിട്ടോ അലച്ചിട്ടോ കാര്യമില്ല. കാരണം സോണിയാഗാന്ധിയുടെ കയ്യിൽ ചരട് കെട്ടുന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റി കെട്ടുന്നതിന്റെ ദൃശ്യങ്ങൾ ലഭ്യമാണ്. എന്തായാലും അത് AI ആണെന്ന് പറഞ്ഞ് നിങ്ങളുടെ നേതാക്കന്മാരും നിഷേധിച്ചിട്ടില്ല. അപ്പൊ ഈ ആന്റിക് ബിസിനസ് വിദേശ രാജ്യങ്ങളിലുള്ള ആർക്കാണെന്നൊക്കെ പരിശോധിക്കാൻ തയ്യാറാവണം. അങ്ങോട്ടൊന്നും കടക്കാൻ, ജൻപതിന്റെ വാതിൽ മുട്ടാൻ കപ്പാസിറ്റി ഒന്നും പിണറായി വിജയന്റെ SITക്ക് ഇല്ല അഭിലാഷ്. അവിടെയാണ് CBI അന്വേഷണത്തിന്റെ ആവശ്യകതയിലേക്ക് വിരൽ ചൂണ്ടുന്നത്. പിന്നെ വസന്ത് പറഞ്ഞ ഒരു കാര്യം, അരവണ മുതൽ അയ്യപ്പൻ വരെ, അങ്ങത് കുറച്ചുകൂടി വിശാലമായിട്ട് ചിന്തിച്ച് കുറച്ചുകൂടെ പുറകിലോട്ട് പോയി പറയാൻ തയ്യാറാകണം. അണ്ടാവ് മുതൽ അയ്യപ്പനെ വരെ അടിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചവരാണ് നിങ്ങളുടെ പാർട്ടിക്കാരും. ഇവിടെ ഇന്ത്യ സഖ്യത്തിന്റെ അടവുനയത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം സുരേഷ് കുമാർ പേരൊന്നും പറയാഞ്ഞത്. നിങ്ങളുടെ മന്ത്രി VS ശിവകുമാറിന്റെ സഹോദരനെതിരെയുള്ള 8 കുറ്റങ്ങളിൽ 8 ചാർജുകളിൽ 7 തെളിഞ്ഞതാണ്. അപ്പോ ഈ അഴിമതിയിൽ, ഈ തീവെട്ടിക്കൊള്ളയിൽ, ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ നിങ്ങൾ ഭരിച്ചപ്പോഴും അഴിമതി നടന്നു, കൊള്ള നടന്നു. നിങ്ങൾക്കും കൂട്ടുത്തരവാദിത്തമുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഈ വിശ്വാസികളെ വഞ്ചിച്ചവരാണ്. ആ വിശ്വാസ വഞ്ചന കാണിച്ച നിങ്ങൾക്ക് ഈ പറഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന്റെ മേന്മയുമായി ചെല്ലുമ്പോൾ നിങ്ങളുടെ കീഴിലുള്ള ആരോപണങ്ങൾ ഇപ്പോഴാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മറുപടി തരാൻ വിശ്വാസികൾ കാത്തിരിക്കുകയാണ് വസന്ത്.